കേന്ദ്ര സർക്കാരിനെതിരെ ലത്തീൻ അതിരൂപത വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ സമരത്തിന് പിന്നാലെ ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതായി ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ വായിച്ച സർക്കുലറിലാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കൽ സംബന്ധിച്ച പരാമർശമുള്ളത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ 3 മാസത്തിലേറെ നീണ്ടുനിന്ന സമരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആയിരുന്നു. സംസ്ഥാന സർക്കാരുമായി ഒത്തുതീർപ്പായതിനെ തുടർന്ന് താൽക്കാലികമായി മത്സ്യത്തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചെങ്കിലും അലയൊലികൾ ഇപ്പോഴുമുണ്ട്. മുതലപ്പൊഴി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ലത്തീൻ അതിരൂപത തുടർ സമരങ്ങൾ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് സഭയുടെ നിലപാടിൽ 3 മുന്നണികളിലും ആശങ്കയുണ്ടാക്കുമ്പോഴാണ് കേന്ദ്രത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി ലത്തീൻ അതിരൂപത രംഗത്ത് വരുന്നത്. വിഴിഞ്ഞം സമരത്തിനു ശേഷം അതിരൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന ആരോപണം ഉന്നയിക്കുകയാണ്. അക്കൗണ്ട് മരവിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെന്ന് പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സംസ്ഥാന പോലീസിന്റെ റിപ്പോർട്ടും മരവിപ്പിക്കലിന് കാരണമായിട്ടുണ്ടാകാമെന്ന് ലത്തീൻ അതിരൂപത വിശദീകരിക്കുന്നു. വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന FCRI അക്കൗണ്ട് അടക്കമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് സർക്കുലറിൽ പറയുന്നു. സഭയുടെ സാമ്പത്തികാവസ്ഥ വിശ്വാസികളെ അറിയിക്കാൻ എന്ന രീതിയിലാണ് സർക്കുലർ പള്ളികളിൽ വായിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.